ശ്രീ വെമ്പായ നസീർ, എന്തായാലും കോൺഗ്രസിന്റെ പട്ടിക എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു വിരാമം ആയിരിക്കുകയാണ്. പലതവണയും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ് ആദ്യം പട്ടിക പുറത്തിറക്കാറില്ല, അവർക്ക് കൂടിയാലോചനകൾ കൂടുതൽ വേണ്ടിവരും. പക്ഷേ ഇപ്പോൾ CPM നേരിടുന്നത് ആഭ്യന്തര കലഹങ്ങളാണ്. കണ്ണൂർ കലഹം ഇതുവരെ അടങ്ങിയിട്ടില്ല, അത് അടങ്ങാൻ പോകുന്നുമില്ല. ഇവിടെ നോക്കൂ, കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു സൂചിപ്പിക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അവർ വൈകിയിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അവർ ഇതുപോലെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഇന്ന് 55 പേരെയാണ് ഇന്നിപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ 55 പ്രഖ്യാപിച്ചതിൽ തർക്കമില്ല, നമ്മളത് ചർച്ച ചെയ്യേണ്ട. ബാക്കിയുള്ളതിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതാണ് കേരളം ഉറ്റുനോക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് തന്നെ ഇടതുപക്ഷം അന്ന് തന്നെ റോഡ് ഷോ നടത്തി. അതെല്ലാ ചാനലിലും മിക്ക ചാനലിലും കാണിച്ചതാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യ കൺവെൻഷൻ ഇന്ന് ചിറയൻകീഴ് മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയുള്ള മനോജ് ഇടമനയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം നാളെ നെടുമങ്ങാട് മന്ത്രി GR അനിലിന് വേണ്ടി ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ദിവസം വിട്ടുവിട്ട് ഇങ്ങനെ കൺവെൻഷനും റാലിയും. ഇന്നിപ്പോൾ കഴക്കൂട്ടത്ത് ഒരു പരിപാടി ഞാൻ ഇങ്ങോട്ട് വരുന്നപ്പോൾ അവിടെ K മധു ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇടതുപക്ഷം സജ്ജരായി നമ്മൾ കളത്തിലിറങ്ങി നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തന രംഗത്താണ്. ഇതിൻ്റെ ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും എല്ലാവരും ഇതിൻ്റെ പ്രവർത്തനത്തിലാണ്. പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, കോൺഗ്രസ്സുകാർ ഒരു സ്ഥലത്ത് ഒരു മതിലിൽ ഇന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കുക, ഇന്ന സ്ഥാനാർത്ഥിയാണ്, ഇന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കുക, കൈപ്പത്തി ചിഹ്നത്തിൽ എന്ന ഒരു പോസ്റ്റർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? എവിടെയോ ഒരിടത്തുമില്ല. പക്ഷേ പോസ്റ്റർ ഇറക്കി അങ്ങനെ രമ്യ ഹരിദാസിനെ ഇവിടെ വേണ്ട, രമ്യ ഹരിദാസിന് ഞങ്ങൾക്ക് വേണ്ട എന്ന് പോസ്റ്റർ ഇറക്കി. BR ഷഫീറിനെ അങ്ങോട്ട് വേണ്ട, വാമനാപുരത്ത് ജനഗണ മംഗള രവിയെ നമുക്ക് വേണ്ട എന്നപ്പോൾ അങ്ങനത്തെ പോസ്റ്റർ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായി കേട്ടുകൾവില്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ്. കണ്ണൂരിൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നത്? കളിപ്പറമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? പയ്യന്നൂരിൽ എന്താണ് സംഭവിക്കുന്നത്? സാർ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും. അമ്പലപ്പുഴയിൽ എന്താണ് നടക്കുന്നത്? സാർ നിങ്ങൾക്ക് അമ്പലപ്പുഴയും കണ്ണൂരും ചൂണ്ടിക്കാണിച്ചു തരാം. പക്ഷെ ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോൾ ഈ 55 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ സമയം തന്നാൽ ഞാൻ ചൂണ്ടി പറഞ്ഞു തരാം. അരുവിക്കര പ്രശ്നമില്ല സാർ. ഈ പാലോട് രവി ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഗതി ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ടിരുന്ന പാലോട് രവി എൻ്റെ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം സത്യത്തിൽ നമുക്ക് സങ്കടം തോന്നുന്നു. പാലോട് അവിടെ വാമനാപുരത്ത് ഇവിടെ വേണ്ട എന്ന് പറയും. പാവപ്പെട്ട് അദ്ദേഹം കൂടും കൊടുക്കാനെല്ലാം പറക്കെടുത്ത് ഇവിടെ അരുവിക്കര പോവും. അരുവിക്കര പറഞ്ഞ മഷിയിട്ട് ഇങ്ങനെ പാലോട് വിജയിപ്പിക്കുക എന്ന് തുടങ്ങുമ്പോൾ ഇവിടെ വേണ്ടെന്ന് പറയും. അവിടുത്തെ കോൺഗ്രസ് ഇറങ്ങും. അതും കെട്ടിപ്പറക്കോട്ട് നെടുമങ്ങാട് പോവും. പണ്ട് മത്സരിച്ചെന്ന് പറയും. നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് മതിൽ തുടങ്ങുമ്പോൾ നമുക്കിവിടെ വേണ്ടേ എന്ന് പറയും. അങ്ങനെ ഇനി എനിക്ക് എവിടെ ഒരു ആശ്രയം, എന്നെ എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്തൂ, എന്നെ എവിടെയെങ്കിലും ഒന്ന് ആണിയടിച്ച് തളർത്തു എന്ന് മറ്റല്ല കല്ലിയങ്കാട്ട് നീലി പറയും പോലെ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്താൻ വേണ്ടി പാവപ്പെട്ട അദ്ദേഹം കിടന്ന് ഓടയാണ്. കാണാൻ നമുക്ക് സങ്കടം തോന്നും. ഇതാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. ഇതാണ് തകർച്ചയുടെ വക്കീലെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പാലോട് രവിയുടെ കാര്യം മാത്രമാണോ? ചാനൽ ചർച്ചയിൽ വന്ന് ഗർജിക്കുന്ന BR ഷഫീറായിട്ടുള്ള സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്. പുള്ളിക്ക് ഇതുവരെ ഒരേ സീറ്റും പുള്ളി ഉണ്ടെന്നും പറയുന്നു, മത്സരരംഗത്ത് ഇല്ല എന്നും പറയുന്നു. അതുപോലെ വർക്കല കഹാർ, വർക്കല വികസന നായകൻ എന്നും പറഞ്ഞ് അവിടെ അദ്ദേഹം പ്രചരണം ഇറക്കി. BS അച്യുതാനന്ദൻ വന്നാൽ പോലും എന്നെ മത്സരിക്കാൻ കഴിയില്ല എന്ന് വീമ്പ് ഇളക്കിയ വർക്കല കഹാർ. MS വേണുഗോപാൽ, തിരുവനന്തപുരം ജില്ലയിലാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആകെ 3 സീറ്റിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. കോവളത്ത് M വിൻസെന്റ് സിറ്റിംഗ് MLA ആണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, അദ്ദേഹം പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിറയൻകീഴിൽ തർക്കമുണ്ടായിരുന്നു, പക്ഷേ രമ്യ ഹരിദാസിനെ തന്നെ കൊണ്ടുവന്നു. പക്ഷേ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, വെമ്പായ നസീർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അരുവിക്കരയിൽ തർക്കം നടക്കുന്നു, വാമനപുരത്ത് തർക്കം നടക്കുന്നു, നെടുമങ്ങാട് തർക്കമുണ്ട്, കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയായിട്ടില്ല, പാറശാലയിലായിട്ടില്ല, നെയ്യാറ്റിൻകരയിലായിട്ടില്ല. അപ്പോൾ ഇത് കോൺഗ്രസിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കണ്ണൂരും അടൂരും കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം ജില്ലയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് ശക്തന്മാരുണ്ട്. ശക്തൻ നാടാർ മുതൽ കണ്ണൂരും കോന്നിയും കഴിഞ്ഞാൽ
ശക്തന്മാർ കൂടുതലുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശക്തൻ നാടാരിൽ തുടങ്ങുന്നു. അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന ശിവകുമാർ, അതുപോലെ തന്നെ പിന്നെ പാലോട് രവി, ഇങ്ങനെ തുടങ്ങി കോൺഗ്രസ്സിന് ഇപ്പോൾ വിൻസെൻ്റ് തന്നെ ഭാഗ്യത്തിന് കയറി പറ്റിയതാണെന്നാണ് പറയുന്നത്. വിൻസെൻ്റ് സീറ്റിലും വലിയ തർക്കങ്ങളായിരുന്നു. ഇപ്പൊ പെട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് അങ്ങോട്ട് വന്നപ്പോൾ അത് വിൻസെന്റിന്റെ പേര് ഇതിലുണ്ട്, ലിസ്റ്റിലുണ്ട്. ലിസ്റ്റിലുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയാണ് ഇല്ലാത്തത്. പെരുമ്പാവൂർ ഇതുവരെ ഇല്ലാത്തത് എലോസ് കുന്നപ്പള്ളിയാണ്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം കെ ബാബു പിന്നെ ആരോഗ്യ കാരണത്തിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു തൃപ്പൂണിത്തുറയിൽ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ 3 സിറ്റിംഗ് MLA-മാർക്കേ സീറ്റില്ലാതെയുള്ളൂ. അതെ. അതുപോലെ തന്നെ അരുവിക്കരയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അരുവിക്കരയിലും ആര് മത്സരിക്കണമെന്നുള്ളത് തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരം സീറ്റ് പലരും ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ശിവകുമാർ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം അത് CP ജോണാണ് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ സീറ്റിലേക്കല്ല, ഇനിയിപ്പോൾ അരുവിക്കരയിലേക്കായിരിക്കും തർക്കം കൂടുതൽ വരിക എന്നാണ് തോന്നുന്നത്. അരുവിക്കര ഏതാണ്ട് സാധ്യതയുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് നെടുമങ്ങാട് അല്ല, മറ്റൊരു സ്ഥലത്തും ആയിട്ടില്ല. അത് പ്രശ്നം നിലനിൽക്കുക തന്നെയാണ്. ആ നിലനിൽക്കുന്ന കാരണം എന്ന് പറയുന്നത് പണ്ട് ഇപ്പോൾ മറ്റ് പാർട്ടികൾക്ക് പാർട്ടിയിൽ നിന്നാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതെങ്കിൽ ഇവിടെ കനകോലുവിൻ്റെ ഏജൻസിയാണ് പാർട്ടികളെ നിശ്ചയിക്കുന്നത്. അതാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതാണ് വലിയ പ്രശ്നം. അത് നേരെ പിന്നെ ഹൈക്കമാൻഡിന് കൊടുക്കുന്നു. ഹൈക്കമാൻഡ് അവിടെ ഇരുന്ന് ടിക്കടിക്കുന്നു. അത് കുറേശ്ശെ ആയിട്ട് ഇറക്കുന്നു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സർവേ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതുമുഖങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇവർക്കൊക്കെ മണ്ഡലത്തിൽ വലിയ ഹോൾഡുണ്ട് എന്ന പേരിലാണ് ഇപ്പോൾ ഈ OJ ജനീഷ് മുതൽ ങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് നല്ല നീക്കമാണത്. അത് നല്ല നീക്കമാണ്. ഇടയ്ക്ക് ചില സ്ഥാനാർത്ഥികൾ നമുക്ക് പിടിയില്ല. ഉഷാ വിജയൻ മാനന്തവാടിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവിടെയുള്ളവർക്ക് സംശയമുണ്ട്. അത് പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന നേതാക്കൾ തന്നെയാണ് ഇവരെല്ലാം. പ്രാദേശിക നേതാക്കളാണ്. പക്ഷേ ഇവരിനിയിപ്പോൾ ഈ പിന്നെ ഒരു 20 ദിവസം കൊണ്ട് ഇവർക്ക് മണ്ഡലത്തിൽ മുഴുവൻ തൻ്റെ വ്യക്തിത്വം നിലനിർത്തി എതിർ സ്ഥാനാർത്ഥിയുമായിട്ട്, പ്രത്യേകിച്ച് മുൻ MLA-മാരുമൊക്കെ ആയിട്ട് മല്ലിട്ടുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും പ്രശ്നമാണ്. അപ്പോൾ അത് കോൺഗ്രസ് വളരെ ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാകേണ്ടതായിരുന്നു. വരാനിരിക്കുന്നതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പിന്നെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഷുവർ സീറ്റുകളാണ്. 100-ൽ 100 കിട്ടുന്ന പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒരു സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് രസം. ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് കാണേണ്ടത്, അത് ഇപ്പോൾ പ്രഖ്യാപിച്ചത് മുഴുവൻ ഷുവർ സീറ്റുകളല്ല. ഷുവർ സീറ്റുകളിൽ വൻ ഇടി നടക്കുകയാണ്. അത് ഹൈക്കമാൻഡിന് തന്നെ തലവേദനയായിട്ടിരിക്കുന്നു. അവിടേക്ക് ഇനിയിപ്പം ആരെയൊക്കെ ഇറക്കും? 5 സീറ്റ് പത്തനംതിട്ടയിലുണ്ട്, 5 സീറ്റ് ഇടുക്കിയിലുണ്ട്. ആ 10 സീറ്റും ഏതാണ്ട് ഷുവർ സീറ്റ് പോലെയാണെന്നാണ് കോൺഗ്രസിലെ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഷുവർ സീറ്റിലേക്കൊക്കെ ഇനി അടി കിടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ അടിയൂടെ കഴിഞ്ഞിട്ടായിരിക്കും വിസ്മയം പൂർണ്ണമാകുന്നത്. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഘടകകക്ഷികൾ എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് 25 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2 സീറ്റ് എന്ന് പറയുന്നത് അവസാനം കോൺഗ്രസുമായിട്ട് വെച്ചുമാകാൻ തീരുമാനിച്ച സീറ്റുകളാണ്. അതിൽ കോങ്ങാട് സീറ്റ്, അത് നേരത്തെ മുസ്ലിം ലീഗ് മത്സരിച്ച സീറ്റാണ്. അത് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അതിൽ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. കെ തുളസിയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. പിന്നെ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് പുനലൂരാണ്. അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചതാണ്. പുനലൂർ വേണോ അതോ അതിന് പകരം ചടയമംഗലം വേണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു സീറ്റ് ലീഗ് പ്രഖ്യാപിക്കാതിരിക്കുന്നത്. പിന്നെ ഈ കോങ്ങാടിന് പകരം ചേലക്കര സീറ്റ് നൽകാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അതിലും ലീഗ് സ്ഥാനാർത്ഥി ആയിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.